ടെ കഥകളി ആശാനെ നേരിട്ട് കാണാനായിട്ടാണ്. അദ്ദേഹം എവിടെയാണുള്ളത്? നമുക്ക് എന്തായാലും സുനിൽ മാഷിനെ കാണാനായിട്ട് പോവാം. ഇത് നമ്മളുടെ കഥകളി ആർട്ടിസ്റ്റ് പള്ളിപ്പുറം സുനിൽ ചേട്ടനാണ്. ചേട്ടൻ, എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എങ്ങനെയാ കഥകളി പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം. അപ്പൊ പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് പോണോ വേണ്ടിയെന്ന് ആലോചിച്ചപ്പോഴാണ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടിട്ട് ഞാൻ പ്രീ ഡിഗ്രിയും കഥകളിയും കൂടെ അന്ന് ഗ്രാൻഡോടുകൂടി പഠിക്കാൻ ഒരു പത്രത്തിൽ പരസ്യം കണ്ടു. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ ചേർന്നത്. ഭാവങ്ങളുണ്ട് കഥകളിയില്. കഥകളിയിലെ നവരസങ്ങൾ എന്നാണ് പറയുന്നത്. ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ഭീബത്സം, അത്ഭുതം, ശാന്തം. 9 ഭാവങ്ങൾ. അതിൽ ശൃംഗാര രസത്തെയാണ് കഥകളിലെ ഏറ്റവും വലിയ രസത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ശൃംഗാരം എന്ന രസം. അതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. കഥകളിയില് ചമയത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? കഥകളിയിലെ ചമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഇവിടെ മേക്കപ്പ്, ചുട്ടി എന്ന് പറയും, പേപ്പർ വെറ്റി, അത് മുഖത്തെ എക്സ്പ്രഷൻ കാണിക്കുക എന്നുള്ള ക്ലോസപ്പില് അതില് ചുട്ടി. അതുകൂടാതെ മനയോലയാണ് പ്രധാനമായിട്ടും മേക്കപ്പിന് ഉപയോഗിക്കുന്നത്. മനയോല യെല്ലോ കളർ, മഞ്ഞ കളർ. അതിലൂടെ ഇൻഡിഗോ, നീലം മിക്സ് ചെയ്യുമ്പോഴാണ് പച്ച കളർ ആവുന്നത്. അങ്ങനെ പ്രധാനമായിട്ട് കോക്കനട്ട് ഓയിലാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതെ അതെ. ഈ കഥകളി നമ്മുടെ കേരളത്തിന്റെ തനതായ കലാരൂപം എന്ന് പറയുന്നുണ്ടല്ലോ, അതിനുള്ള റീസൺ എന്താ? കഥകളിയില് നൃത്തം, നൃത്യം, നാട്യം, ഇവിടെ ഒരു സമ്മേളനമാണ് കഥകളി. ഒരു പ്രേക്ഷകന് ഇഷ്ടമുള്ളതെല്ലാം അതിലൂടെ ആസ്വദിക്കാൻ പറ്റും. സംഗീതത്തിന് സംഗീതം, മേളത്തിന് മേളം, ആഹാര്യഭംഗി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലോകോത്തര കലയും കേരളത്തിന്റെ തനതായ കലയും എന്ന് കഥകളിയെ വിശേഷിപ്പിക്കും. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം ഇന്ന് പെർഫോമൻസ് കാണാൻ സാധിച്ചതിലും 2 ചുവട് കൂടെ വെക്കാൻ സാധിച്ചതിലും. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മള് കഥകളിയും മോഹിനിയാട്ടമൊക്കെ കണ്ടു.